ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 37. വിശുദ്ധ യൗസേപ്പിൻ്റെ മരണം. ഒരു ആശാരിയുടെ പണിപ്പുര. അതിൻ്റെ 2 ഭിത്തികൾ പാറ തുരന്നുണ്ടാക്കിയതും 2 ഭിത്തികൾ മതില് കെട്ടി കുമ്മായം തേച്ചവയുമാണ്. ഒരു പാറയുടെ വിള്ളലിൽ നാടൻ അടുപ്പിൽ ഒരു ചെറിയ കലത്തിൽ പശയോ ചായമോ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഈശോ ഒരു വലിയ പണിബെഞ്ചിൽ തടി വെച്ച് പണിതുകൊണ്ടിരിക്കുന്നു. കുറെ പലകകൾ ചിന്തേരിടുകയാണ്. പണി തീർന്ന പലക ഭിത്തിയിൽ ചാരി വയ്ക്കുന്നു. ഇടയ്ക്ക് അടുപ്പിനടുത്തേക്ക് പോയി കലത്തിലെ ദ്രാവകം ഒരു കോലുകൊണ്ടിളക്കുന്നു. ഈശോ ശാന്തമായി പണിയുന്നു. തിരക്കോ വ്യഗ്രതയോ ഉള്ള ഒരു പ്രവർത്തനവും കാണുന്നില്ല. ജോലി തുടരുകയാണ്. അതിനിടെ അമ്മ കയറി വരുന്നു. കടും നീല നിറത്തിലുള്ള ഉടുപ്പും നീല നിറത്തിലുള്ള അരക്കെട്ടും ശിരോവസ്ത്രമില്ല. വിറയ്ക്കുന്ന അധരങ്ങളോടും ക്ഷീണിച്ച് നിറഞ്ഞ കണ്ണുകളോടും കൂടി പറയുന്നു, "ഓ ഈശോ, വരൂ." അദ്ദേഹത്തിന് അസുഖം വളരെ കൂടുതലാണ്. ഈശോ അമ്മേ എന്ന് വിളിക്കുന്നു. അതിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. ജോസഫിൻ്റെ മുറിയിൽ പ്രവേശിക്കുന്നു. ദരിദ്രമായ മുറിയാണത്. എന്നാൽ ഏറെ ശുചിത്വവും ക്രമവുമുണ്ട്. ഒരു താഴ്ന്ന കിടക്കയിൽ കുറെ കുഷ്യൻ വെച്ചിട്ടുള്ളവയിൽ ജോസഫ് ചാരിക്കിടക്കുന്നു. ജോസഫ് മരിക്കുകയാണ്. മുഖം കരുവാളിച്ചിരിക്കുന്നു. കണ്ണുകൾ ചൈതന്യരഹിതമാണ്. ശ്വാസമുട്ടലുണ്ട്. ശരീരമാകെ നിശ്ചലമായിരിക്കുന്നു. ഈശോ വലതുവശത്ത് ചെന്ന് നിന്ന് ഇടിഞ്ഞുപോയ ശരീരം സൂക്ഷിച്ച് പെട്ടെന്ന് ഉയർത്തിക്കിടത്തുന്നു. നെറ്റി തലോടി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. മേരി ഇടതുവശത്ത് നിന്നുകൊണ്ട് ചുളിവ് വീണ കരം കയ്യിൽ പിടിച്ച് തലോടുകയും ചുംബിക്കുകയും ചെയ്യുന്നു. ചെന്നിയിലെ വിയർപ്പും കണ്ണിൽ പൊടിയുന്ന കണ്ണുനീരും തുടയ്ക്കുന്നു. ഒരു ചെറിയ കഷ്ണം തുണി വെളുത്ത വീഞ്ഞിൽ മുക്കി ജോസഫിൻ്റെ അധരങ്ങൾ നനയ്ക്കുന്നു. ഈശോ കുനിഞ്ഞ് ആ കരം ചുംബിക്കുന്നു. ജോസഫ് പുഞ്ചിരിക്കുന്നു. അനന്തരം മേരി എവിടെയെന്ന് നോക്കുന്നു. മേരിക്കും ഒരു പുഞ്ചിരി സമ്മാനിക്കുന്നു. മേരി പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് കിടക്കയുടെ സമീപം മുട്ടുകുത്തുന്നു. പുഞ്ചിരിക്കാൻ കഴിയുന്നില്ല. മേരി തല കുനിച്ച് നിൽക്കുന്നു. ജോസഫ് തൻ്റെ കരം അവളുടെ ശിരസിൽ വെച്ച് അതിവിശുദ്ധമാം വിധം തലോടുന്നു, അനുഗ്രഹിക്കുന്നത് പോലെ. ഈശോ കുനിഞ്ഞു നിന്ന് ജോസഫിൻ്റെ ചെവിയിൽ താണസ്വരത്തിൽ ഒരു സങ്കീർത്തനം ചൊല്ലുന്നു. "കർത്താവേ, എന്നെ കടാക്ഷിക്കണമേ, എന്തെന്നാൽ എൻ്റെ പ്രതീക്ഷ അങ്ങയിൽ ഞാൻ വച്ചു. ഭൂമിയിലിരിക്കുന്ന എൻ്റെ സ്നേഹിതർക്കായി എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അത്ഭുതകരമായ വിധത്തിൽ അവിടുന്ന് നടത്തി. എൻ്റെ ഉപദേഷ്ടാവായ കർത്താവിനെ ഞാൻ സ്തുതിക്കും." തുടർന്നും ചൊല്ലുന്നു. ജോസഫ് അല്പം സന്തോഷം പ്രകടിപ്പിക്കുകയും ഈശോയെ നോക്കുകയും ചെയ്യുന്നു. ഈശോയുടെ വിരലുകൾ അമർത്തി പിടിക്കുന്നു. ഈശോ പുഞ്ചിരിക്കുന്നു. പുഞ്ചിരി നൽകി വാത്സല്യപൂർവ്വം തലോടിക്കൊണ്ട് തുടരുന്നു. "ഓ കർത്താവേ, അവിടുത്തെ കൂടാരത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. എൻ്റെ ആത്മാവ് അങ്ങേ ഭവനത്തിനായി ദാഹിക്കുകയും കേഴുകയും ചെയ്യുന്നു. ഓ കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ." ജോസഫ് വിതുമ്പുന്നു. ഈശോ തുടരുന്നു. "ഭൂമിയിൽ നിന്ന് വിശ്വസ്തത മുകളിലെത്തുന്നു. നീതി സ്വർഗത്തിൽ നിന്ന് താഴേക്ക് വരുന്നു. നീ ആ സമയം കണ്ടു. അപ്പാ, നീ അതിനായി ജോലി ചെയ്തു. കർത്താവ് നിനക്ക് പ്രതിഫലം തരും." ജോസഫിൻ്റെ കവിളിലൂടെ ഒഴുകിയ കണ്ണീർ ഒപ്പിക്കൊണ്ട് തുടർന്നു. "ഓ കർത്താവേ, ദാവീദിനെയും അവൻ്റെ കാരുണ്യത്തെയും ഓർക്കണമേ. ഓ കർത്താവേ, എഴുന്നേറ്റ് അവിടുത്തെ വിശ്രമസ്ഥലത്തേക്ക് വരണമേ. നിന്റെ പുരോഹിതൻ വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കട്ടെ. നിന്റെ ഭക്തന്മാർ സന്തോഷത്താൽ ആർപ്പു വിളിക്കട്ടെ." മേരിക്ക് മനസ്സിലാകുന്നു. മേരി പൊട്ടിക്കരയുന്നു. "എൻ്റെ അപ്പാ, എൻ്റെ പേരിലും എൻ്റെ അമ്മയുടെ പേരിലും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് നീ നീതിമാനായ പിതാവായിരുന്നു. നിത്യപിതാവ് ക്രിസ്തുവിൻ്റെയും തൻ്റെ പേടകത്തിൻ്റെയും സൂക്ഷിപ്പുകാരനായി നിന്നെ തിരഞ്ഞെടുത്തു. അവനു വേണ്ടി വിളിക്കപ്പെട്ടവനാണ് നീ. അപ്പാ, സമാധാനത്തോടെ പോവുക. നിന്റെ വിധവ നിസ്സഹായയായി തീരുകയില്ല. അവൾ ഏകാഗ്നിയാകാതിരിക്കാൻ അവിടുന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. നിന്റെ വിശ്രമത്തിലേക്ക് സമാധാനത്തിൽ പോവുക എന്ന് ഞാൻ പറയുന്നു." മേരി ജോസഫിൻ്റെ ശരീരത്തിൽ ഇട്ടിരിക്കുന്ന പുതപ്പുകളിന്മേൽ കമിഴ്ന്നു കിടന്ന് കരയുന്നു. ജോസഫ് വളരെ പ്രയാസപ്പെട്ടാണ് ശ്വാസമെടുക്കുന്നത്. കണ്ണുകൾ മങ്ങിത്തുടങ്ങി. ഈശോ 91-ാം സങ്കീർത്തനം ചൊല്ലുന്നു. "നീതിമാനായ മനുഷ്യൻ എന്നും അനുസ്മരിക്കപ്പെടും. അവൻ്റെ നീതി നിത്യമായിരിക്കും. അവന് അത് മഹത്വമായി പരിണമിക്കുകയും ചെയ്യും. അപ്പാ, അപ്പന് ആ മഹത്വം ഉണ്ടായിരിക്കും. അങ്ങയെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഞാൻ വേഗം വരും. അങ്ങേക്ക് മുമ്പേ കടന്നുപോയ പിതാക്കന്മാരോടുകൂടി
അങ്ങേ കാത്തിരിക്കുന്ന മഹത്വത്തിലേക്ക് ഞാൻ ആനയിക്കും. എല്ലാ പിതാക്കന്മാരുടെയും നായകനായി നിനക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. രക്ഷകൻ ലോകത്തിലുണ്ടെന്നും ദൈവരാജ്യം അവർക്കായി ഉടനെ തുറക്കപ്പെടുമെന്നും എനിക്ക് മുൻപേ പോയ പിതാക്കന്മാരോട് പറയുക. അപ്പാ, പോവുക. എൻ്റെ അനുഗ്രഹം അപ്പനെ അനുഗമിക്കട്ടെ. മരണത്തിൻ്റെ നിദ്രയിലേക്ക് ജോസഫ് താഴ്ന്നു. മേരി ജോസഫിനെ തലോടുന്നു. സമാധാനമായി മരിക്കുന്നു. ആ മുറി നിറയെ വലുതായ സമാധാനം അനുഭവപ്പെടുന്നു. ഈശോ പിതാവിനെ കിടത്തിയ ശേഷം മേരിയെ ആലിംഗനം ചെയ്യുന്നു. തളർന്ന ഹൃദയത്തോടെ മേരി ഈശോയുടെ അടുത്ത് വന്നിരിക്കുകയായിരുന്നു. ഈശോ പറയുന്നു, വേദന കൊണ്ട് പീഡിതരായിരിക്കുന്ന എല്ലാ ഭാര്യമാരോടും ഞാൻ പറയുന്നു, നിങ്ങളുടെ വൈധവ്യത്തിൽ മേരിയെ അനുകരിച്ച് ഈശോയോട് ഐക്യപ്പെട്ട് ജീവിക്കുക. മേരിയുടെ ഹൃദയത്തിൽ ഒരു വ്യഥയും അനുഭവപ്പെട്ടിട്ടില്ല എന്ന് വിചാരിക്കുന്നവർക്ക് തെറ്റുപറ്റി. എൻ്റെ അമ്മ ഏറെ സഹിച്ചു, അത് അറിയപ്പെടട്ടെ. പരിശുദ്ധമായ വിധത്തിലാണ് അവൾ സഹിച്ചത്, എങ്കിലും വളരെ കഠിനമായി അവർ സഹിച്ചു. ജോസഫ് മേരിയുടെ ആത്മീയ മണവാളൻ മാത്രമായിരുന്നല്ലോ. തന്നിമിത്തം മേരി ജോസഫിനെ ആഴമായി സ്നേഹിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കരുത്. മേരി ജോസഫിനെ ആഴത്തിൽ സ്നേഹിച്ചിരുന്നു. 30 വർഷം വിശ്വസ്തമായി അവന് വേണ്ടി ജീവിച്ചു. ജോസഫ് അവളുടെ പിതാവും മണവാളനും സഹോദരനും സ്നേഹിതനും സംരക്ഷകനുമായിരുന്നു. പടർന്നു കയറിയിരിക്കുന്ന വൃക്ഷം മുറിച്ചു മാറ്റുമ്പോൾ മുന്തിരിവള്ളിക്ക് എങ്ങനെയോ അതുപോലുള്ള നിസ്സഹായത മേരിക്ക് അനുഭവപ്പെട്ടു. വീടിന് ഇടിവെട്ടേറ്റതുപോലെ ഇപ്പോൾ അതിൻ്റെ പ്രധാന ഭിത്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. തിരുക്കുടുംബത്തിനേറ്റ ആദ്യത്തെ ആഘാതം. മേരിയെ സംബന്ധിച്ചിടത്തോളം അധികം താമസിയാതെ തൻ്റെ ഈശോയിൽ നിന്ന് വേർപെടേണ്ടി വരുമെന്നുള്ളതിൻ്റെ സൂചനയും കൂടിയായിരുന്നു അത്. മേരി പറയുന്നു, ഈശോയോടുള്ള ഐക്യത്തിൻ്റെ ഫലമായി മാനുഷികമായി ചിന്തിച്ചാൽ ജോസഫിന് ലഭിച്ചത് ഉത്കണ്ഠകൾ, ക്ഷീണം, പീഡനങ്ങൾ, പട്ടിണി എന്നിവയായിരുന്നു. അവന് വേറൊന്നും ലഭിച്ചില്ല. എന്നാൽ അവൻ ഈശോയെ ലക്ഷ്യം വച്ചിരുന്നതിനാൽ ഇവയെല്ലാം ആധ്യാത്മിക സമാധാനവും സ്വഭാവാതീത സന്തോഷവുമായി മാറി. അദ്ദേഹം പറഞ്ഞു, നമുക്ക് മറ്റൊന്നുമില്ലെങ്കിലും ഈശോ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും എല്ലാം ഉണ്ടായിരിക്കും. ആ മനസ്ഥിതിയിലേക്ക് നിങ്ങളെ നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആധ്യാത്മിക കാര്യങ്ങളിൽ നിങ്ങളുടെ ഹൃദയം നിക്ഷേപിക്കുക. ശേഷമുള്ളതെല്ലാം അപ്രസക്തമാണ്.